മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായിട്ട് ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടാണല്ലോ നാം ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ആവശ്യമായ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം നടത്തുകയും ചെയ്യുന്നത് മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഘടകമാണ്. ഏതൊരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിന് നിരവധി ഘടകങ്ങൾ ആവശ്യമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഘടകങ്ങൾ കണ്ടാവും. ഇതൊക്കെ ഒരു ഉൽപാദന പ്രക്രിയയിലെ ഘടകങ്ങളാണ് എന്നാ പറയുന്നത്. എന്തൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്ന തൊഴിലാളി ഉണ്ട്, അതുപോലെ തന്നെ ലാൻഡ് ഉണ്ട്, അതുപോലെ എന്താ പറയാ ക്യാപിറ്റൽ ആയിട്ട് എന്തുണ്ട്, യന്ത്രങ്ങളുണ്ട്, അതുപോലെ ഓർഗനൈസർ ആയിട്ട് എന്തുണ്ട്, ഇത് ഏറ്റെടുത്ത് നടത്താനുള്ള ആളുകളും ഉണ്ട് അല്ലെ. അപ്പൊ നെല്ലുൽപാദനത്തിനായി ഉപയോഗിച്ച ഘടകങ്ങൾ എന്തെല്ലാണ് നമ്മൾ കണ്ടത്? കൃഷിയുടെ ഉണ്ടായിരുന്നു, വിത്ത് ഉണ്ടായിരുന്നു, തൊഴിലാളികളുണ്ട്, അതുപോലെ മെതിയടി യന്ത്രം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നിങ്ങൾ കണ്ടെത്തിയ ഘടകങ്ങളെ താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ ക്രമീകരിക്കും. അപ്പം നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ കാണുന്ന ഈ ചാപ്റ്ററിൽ കാണുന്നത് ഉൽപാദന ഘടകങ്ങളാണ്. ഏതെല്ലാമാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസർ. ഈ ഭൂമി, അധ്വാനം, മൂലധനവും ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? സംരംഭകത്വം ഉണ്ടാവുള്ളൂ. അപ്പൊ ഭൂമി, അധ്വാനം, മൂലധനം, സംരംഭകത്വം എന്നിവയാണ് ഉൽപാദന ഘടകങ്ങൾ. അപ്പൊ ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി, അധ്വാനം, അതായത് തൊഴിലാളി, മൂലധനം, സംരംഭകത്വം. ഇവയെ സാമ്പത്തിക വിഭവങ്ങൾ എന്നും പറയും. ഇവയെ എന്ത് എന്ന് പറയും? ഉൽപാദന ഘടകങ്ങളെ നമുക്ക് എന്ത് എന്ന് പറയാം? സാമ്പത്തിക വിഭവങ്ങൾ എന്ന് പറയാം. മണ്ണ്, വെള്ളം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളെല്ലാം ഭൂമിയുടെ ഭാഗമാണ്. പ്രതിഫലത്തിനായി മനുഷ്യൻ ചെയ്യുന്ന ഭൗതികമോ കായികവുമായ എല്ലാ പ്രയത്നങ്ങളും അധ്വാനത്തിൽ ഉൾപ്പെടുന്നു. അപ്പൊ അധ്വാനം എന്ന് പറയുന്നത് എന്താണ്? പ്രതിഫലത്തിനായി മനുഷ്യർ ചെയ്യുന്ന ഭൗതികമോ കായികവുമായ എല്ലാ പ്രയത്നങ്ങളും എന്താണ് അധ്വാനമാണ്. യന്ത്രങ്ങളും ഉപകരണങ്ങളും നെല്ലുൽപാദന പ്രക്രിയയിൽ ഉപയോഗിച്ചതായി നാം കണ്ടെത്തി. ഉൽപാദന പ്രക്രിയയെ സഹായിക്കുന്ന എല്ലാ മനുഷ്യനിർമ്മിത വിഭവങ്ങളും എന്താണ്? മൂലധനമാണ് കേട്ടോ. ഉൽപാദന പ്രക്രിയയെ സഹായിക്കുന്ന എല്ലാ മനുഷ്യനിർമ്മിത വിഭവങ്ങളും മൂലധനമാണ്. ഭൂമി, മൂലധനം, അധ്വാനം എന്നീ ഘടകങ്ങളെ അനുയോജ്യമായ രീതിയിൽ സംയോജിപ്പിച്ചാണ് എന്തുണ്ടാക്കുന്നത്? ഉൽപാദനം സാധ്യം ആക്കുന്നത്.